അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി ആ സ്ഥലം ബനൂ നജ്ജാറുകാരുടേതാണ്. മാത്രമല്ല ബനൂ നജ്ജാറുകാരിൽ ഏതോ മരണപ്പെട്ട ഒരാളുടേതാണ്. അയാൾക്ക് 2 അനാഥ മക്കളാണ് ഉള്ളത്. അവരുടേതാണ് ശരിക്കും ആ സ്ഥലം. സ്ഥലത്തെ പറയുന്നത് മർബദ് എന്നാണ്. അറബി ഭാഷ വലിയൊരു ഭാഷയാണ്. ഓരോ ആശയത്തിനും ഓരോ ധ്വനിക്കും ഓരോ വാക്കും പ്രയോഗവും ഒക്കെ ഉണ്ടാകും. മർബദ് എന്ന് പറയാറുള്ളത് ഈത്തപ്പഴം അറുത്തതിന് ശേഷം അത് ഉണക്കാനിട്ട, അതായത് കാരക്കയാക്കാൻ വേണ്ടി, ഈത്തപ്പഴത്തെ കാരക്കയാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത് ഉണക്കിയെടുക്കാൻ വേണ്ടി ഉണക്കാനിടുന്ന സ്ഥലത്തെയാണ് മൊത്തത്തിൽ മർബദ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് കളം എന്നോ അല്ലെങ്കിൽ തളം എന്നോ ഒക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷേ അറബിയോളം വരില്ല മലയാളം. അതുകൊണ്ട് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ബനൂ നജ്ജാർ ഗോത്രക്കാരിൽ കാരണവന്മാരായ കാര്യപ്പെട്ടവരായ ആൾക്കാരെ സമീപിച്ചു. നിങ്ങളുടെ ആ കളം അല്ലെങ്കിൽ ആ തളം, ആ മർബദ് ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തരണമെന്ന് പറഞ്ഞു. ബനൂ നജ്ജാറുകാർ മഹാനായ നബിയുമായി കുടുംബ ബന്ധമുള്ളവരാണ്. നാം നേരത്തെ പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് അവരിൽ നിന്ന് വിവാഹം ചെയ്തിരുന്നു. ആ അർത്ഥത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരാണ്. അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷം. അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ ഈ സ്ഥലം താങ്കൾക്ക് തരാൻ തയ്യാറാണെന്ന് മാത്രമല്ല, ഇത് ഞങ്ങളുടെ വകയായി വെറുതെ തരാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നബി പറഞ്ഞു, പക്ഷേ അത് വേണ്ട, വിലയ്ക്ക് പകരം മാത്രം മതി എനിക്ക് ഭൂമി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാംസ്കാരികമായ ഔന്നത്യമാണത് കാണിക്കുന്നത്. വെറുതെ കിട്ടുന്നതൊക്കെ വാങ്ങിക്കൂട്ടുക എന്നത് മാന്യതയല്ല, ഒരു മാന്യനോട് യോജിക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതായത് ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ബൽ ബിസ്സമൻ, വിലക്ക് മതി, വിലക്കല്ലാതെ എനിക്ക് ഭൂമി വേണ്ട എന്ന് പറഞ്ഞു. അവരൊരുപാട് അനിഷ്ടമൊക്കെ രേഖപ്പെടുത്തിയെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധിച്ചപ്പോൾ പിന്നെ അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. അവർക്ക് നബി അതിൻ്റെ വില കൊടുത്തു. 10 ദീനാറാണ് നൽകിയത്. നബിയാണ് നൽകിയത്. എവിടെ നിന്നായിരുന്നു 10 ദീനാർ എന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നാലും പണം കൊടുത്ത് മസ്ജിദുൻ നബവി ഇപ്പോൾ നിൽക്കുന്ന ആ സ്ഥലം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്ക് വാങ്ങി. എന്നതിന് ശേഷം ആ സ്ഥലം ഒരു കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ടല്ലോ, കെട്ടിടത്തിന് തറയിടാൻ വേണ്ടി ഭൂമി ഒരുക്കേണ്ടതുണ്ടല്ലോ. ആ നിലയ്ക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഏതാനും ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. ആ ഈന്തപ്പനകളൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് മുറിച്ചു മാറ്റി. മാത്രമല്ല ആ ഈന്തപ്പനകളുടെ തണ്ട്, അതായത് അതിൻ്റെ കാണ്ഡഭാഗം, അത് നമുക്ക് ഈ നിർമ്മാണത്തിന് ആവശ്യമായി അക്കാലത്തെ കെട്ടിടങ്ങളൊക്കെ അങ്ങനെയാണ് നിർമ്മിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ തൂണുകൾക്കും മറ്റുമായി നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഏതാനും കുഴികളും മറ്റുമായിരുന്നു. അതിനെ ഖരിബ് എന്നാണ് അറബി പറയുന്നത്. തകർന്നു കിടക്കുന്ന ഭൂമി, കുണ്ടും കുഴിയും കല്ലും പാറയുമെല്ലാം. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം നിരത്തി പാകമാക്കി. പിന്നെ ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി ഹദീസുകളിൽ പറയുന്നത് ഏതാനും മുശ്രിക്കുകളുടെ ഖബറുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. നബി പറഞ്ഞു അതൊക്കെ മാന്തിയെടുത്ത് കളയുവാൻ. നബിയുടെ ഹിക്മത്താണത്. കാരണം മാന്താതെ എടുത്താൽ എക്കാലവും ആ നാട്ടുകാരുടെ മനസ്സിൽ അതുണ്ടാവും. നമ്മൾ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരവും ഏതോ ഒരു കാഫിറിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുകളിലാണല്ലോ എന്ന ഒരു തോന്നലുണ്ടാകും. അതുകൊണ്ട് അത്തരം ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി
അതൊക്കെ മാന്തിയെടുത്ത് അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേണ്ട വിധത്തിൽ വേറെ എവിടെയെങ്കിലും സംസ്കരിക്കാനും മറ്റുമൊക്കെ നബി കൽപ്പിച്ചു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.